ഇത് കാനഡയിൽ ടൊറന്റോയിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയ മിക്സിയാണ്. ഇതിൽ അരിയും ഉഴുന്നും അരയ്ക്കാൻ പറ്റില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ഇതിൽ അരിയും ഉഴുന്നും അരച്ച് പോലത്തെ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കി. അതെങ്ങനെയാണ് അരച്ചതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിൽ 1.25 ഗ്ലാസ് ഉഴുന്നും 4 ഗ്ലാസ് അരിയും വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതേപോലെ കുറച്ച് ഉഴുന്നും വെള്ളം ഒഴിച്ച് അടപ്പ് കൊണ്ട് അടയ്ക്കണം. എന്നിട്ട് മിക്സി ഓൺ ചെയ്ത് കൊടുക്കണം. ഓഫ് ചെയ്തതിന് ശേഷം ഈ സ്വിച്ചിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പോൾ നല്ലതുപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ അരച്ചെടുക്കണം. ഇതിൽ തരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. ഇതേപോലെ എല്ലാം അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടുന്ന് 3 പ്രാവശ്യമായിട്ട് ആട്ടിയെടുത്തു. ഇതേപോലെ വെള്ളം ഒഴിച്ച് ആട്ടിയാൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഇഡ്ഡലിക്ക് വെള്ളം കൂടിപ്പോകും. ഇത് 4 മണിക്കൂർ കുതിർത്ത ഉഴുന്നും അരിയുമാണ്. ഉഴുന്ന് ഇടുമ്പോൾ തന്നെ കഴുകി നല്ല വെള്ളം ഒഴിച്ച് വയ്ക്കണം. എന്നിട്ട് ആ വെള്ളം ഒഴിച്ച് തന്നെ ആട്ടിയെടുക്കാം. അരിയും കഴുകി ഇടണം. എന്നിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം വേറെ വെള്ളം ഒഴിച്ച് ആട്ടണം. ഇനി അരിയും കുറച്ച് കുറച്ചായിട്ട് ആട്ടിയെടുക്കാം. ഇത് ഇഡ്ഡലി റൈസാണ്. തരിയില്ലാതെ അരച്ചെടുക്കാം. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ എല്ലാം അരച്ചെടുക്കാം. ഇപ്പോൾ അരി ഉഴുന്ന് നല്ലതുപോലെ അരച്ചെടുത്തു. ഞാൻ ഇതിൽ ആദ്യത്തെ സ്വിച്ചും 3ാമത്തെ സ്വിച്ചും മാറി മാറിയിട്ടാണ് അരച്ചത്. ഇതേപോലെ നല്ലതുപോലെ അരച്ചെടുക്കണം. ചെറിയ തരിയുണ്ട്, അതിന് കുഴപ്പമില്ല. ഇനി ഈ മാവ് നല്ലതുപോലെ കലക്കണം. കൈ കൊണ്ടോ തവി കൊണ്ടോ കലക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ കലക്കി. കലക്കാതെ വച്ചിരുന്നാൽ ഉഴുന്നിൻ്റെ സ്മെല്ലുണ്ടാകും. കലക്കിയാൽ മാത്രമേ നല്ലതുപോലെ പുളിച്ച് വരികയുള്ളൂ. ഇത് നാട്ടിലാണെങ്കിൽ വെളിയിൽ വെച്ച് തന്നെ പുളിപ്പിച്ചെടുക്കാം. ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് വെളിയിൽ വച്ചിരുന്നാൽ മാവ് പുളിച്ച് കിട്ടില്ല. അതുകൊണ്ട് മൈക്രോവേവിനകത്ത് വെച്ചാണ് പുളിപ്പിച്ചെടുക്കുന്നത്. ഇത് 5 മണിക്കൊക്കെ ആട്ടി വെച്ചാൽ പിറ്റേന്ന് രാവിലെ എടുത്ത് ഉപയോഗിക്കാം. എടുക്കുന്ന സമയത്ത് പൊടി ഉപ്പിട്ട് കലക്കാം. ഇതിൽ വെള്ളം ഒഴിച്ച് കലക്കിയാൽ വെള്ളം കൂടിപ്പോകും. ഈ കണക്കിന് കലക്കിയാൽ മതി. ഇഡ്ഡലി ഇടുന്നതിന് വേണ്ടി 1 പീസ് ഇഞ്ചിയും 2-3 പച്ചമുളകും മിക്സിയിൽ അടിച്ച് അതിൽ കൂടി ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കാം. ഗ്രൈൻഡറിൽ അരിയും ഉഴുന്നും ആട്ടി ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നാട്ടിലായിരുന്നപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണണം. ഈ അളവ് ഉപയോഗിച്ച് ഗ്രൈൻഡറിലും അരി ഉഴുന്നും ആട്ടിയെടുക്കാം. നിങ്ങൾക്കിതിൻ്റെ പകുതി മതിയെങ്കിൽ 2 ഗ്ലാസ് അരിയും 1.25 ഗ്ലാസിൻ്റെ പകുതി ഉഴുന്നും എടുത്ത് ആട്ടിയാൽ മതി. നിങ്ങൾ ഇതേപോലെ ആട്ടി ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിനെ പുളിക്കാൻ വയ്ക്കാം. നിങ്ങൾ ഇതേപോലെ ആട്ടിയെടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയ ഒരു പാത്രത്തിൽ ആട്ടിയെടുക്കണം. അല്ലെങ്കിൽ ഇത് പുളിക്കുമ്പോൾ പൊങ്ങിക്കളയും. ഇതിനെ ഇനി 2 പാത്രത്തിലാക്കി വയ്ക്കാം. ഇപ്പോൾ മാവ് 2 പാത്രത്തിലാക്കി അടച്ചു വെച്ചു. ഇനി ലൈറ്റ് ഓൺ ചെയ്ത് കൊടുക്കണം. കാനഡയിൽ ഇതേപോലെ മൈക്രോവേവിൽ വെച്ചാൽ മാത്രമേ മാവ് പൊങ്ങി വരികയുള്ളൂ. എന്നാൽ മാത്രമേ ദോശയും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ലതായിട്ട് വരികയുള്ളൂ.
ഇപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തു. ഇവിടെ സമ്മർ ആയാലും ഇതിനകത്ത് വെച്ച് തന്നെ മാവ് പുളിപ്പിച്ചെടുക്കണം. ഇനി ഇതിനെ അടച്ചു വയ്ക്കാം. ഇതേപോലെ അടച്ചു വയ്ക്കണം. മാവ് ഇപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കലക്കി ഇഡ്ഡലി ഉണ്ടാക്കാം. ഒന്നിലിരിക്കുന്നത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ കലക്കാം. ഇതേപോലെ കലക്കിയെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ പതയൊക്കെ വന്നിട്ടുണ്ട്. നല്ലതുപോലെ പൊങ്ങി വന്നു. ഒരു ഇഡ്ഡലി തട്ട് കഴുകി തുടച്ചതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ നല്ലതുപോലെ പുരട്ടണം. വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം മാവ് കോരി വയ്ക്കാം. ഇതിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇത്രയും വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇഡ്ഡലി തട്ട് ഇതുപോലെ വയ്ക്കണം. അതിന് ശേഷം ഇതിൽ 3/4 ഭാഗം മാവ് ഒഴിക്കണം. ഇതേപോലെ എല്ലാത്തിലും ഒഴിക്കാം. ഇനി അടുത്ത തട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് കോരി ഒഴിക്കാം. ഇതേപോലെ കോരി വെച്ചതിന് ശേഷം അടുപ്പ് കൊണ്ട് അടച്ച് ഹീറ്റർ ഓൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി വെന്തിട്ടുണ്ട്. തുറന്ന് നോക്കാം. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. എന്താണെന്നറിയുന്നതിന് വേണ്ടി ഇതേപോലെ ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ കുത്തി നോക്കണം. അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്ത് വച്ചിട്ട് തണുക്കുമ്പോൾ ഇളക്കിയെടുക്കാം. തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ, ഇല്ലെങ്കിൽ അതിലൊട്ടിപ്പിടിക്കും. 20 മിനിറ്റായപ്പോൾ ഇഡ്ഡലി വെന്തു. ബാക്കി ഇത്രയും വെള്ളമുണ്ട്. പാത്രം കരിഞ്ഞു പോകാത്ത രീതിയിൽ വെള്ളം വയ്ക്കണം. 7-8 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ലതുപോലെ വേവും. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ഇഡ്ഡലി റെഡിയായി. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. ഒട്ടും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. കണ്ടില്ലേ, ഇതേപോലെ കനം കുറഞ്ഞ സ്പൂണിൻ്റെ ഈ ഭാഗം കൊണ്ട് കറക്കിയെടുക്കണം. അപ്പോൾ നല്ലതായിട്ട് വയ്ക്കും. ഇതുപോലെ എല്ലാ പേരും ഉണ്ടാക്കി നോക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കണം. നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. Thank you.